ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ കൂനുള്ള ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, തൊട്ട് സുഖപ്പെടുത്തുന്നു. 18 വർഷമാണ് അവൾ രോഗിണിയായി കഴിഞ്ഞത്. ഈശോ അവളെ കണ്ട മാത്രയിൽ അടുത്ത് വിളിച്ച് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഒന്നോർക്കണം, അന്ന് ഒരു സാബത്ത് ദിവസമായിരുന്നു, ആരും ഒരു വേലയും ചെയ്യാൻ പാടില്ലാത്ത ദിവസം. എന്നാൽ യേശുവാകട്ടെ അവളെ സുഖപ്പെടുത്തുന്നുണ്ട്. സിനഗോഗ് അധികാരി പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. എന്തിനാണ് സാബത്തായ ഇന്നു തന്നെ രോഗശാന്തി നൽകുന്നത്? മറ്റു ദിവസങ്ങളുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, മുഴുവൻ സമയവും നമ്മെ കാണുന്ന, നമ്മുടെ യാചനകൾ കേൾക്കുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. മനുഷ്യർ കൽപ്പിക്കുന്നത് പോലെ അവിടുത്തെ മുൻപിൽ നമ്മെ അനുഗ്രഹിക്കാൻ പ്രത്യേക സമയമോ കാലമോ ഇല്ല. നമ്മുടെ ദൈവം പാവങ്ങളുടെ ദൈവമാണ്. ദ ഗോഡ് ഓഫ് ദ പുവർ എന്ന ഒരു ചിത്രമാണ് ഈശോ ഇന്ന് കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് മൂലം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഭാഷ എന്നത് സ്നേഹവും അനുകമ്പയും കരുണയുമാണ്. പഴയ നിയമത്തിലൊക്കെ പ്രവാചകന്മാരിലൂടെ ജനങ്ങളെ സുഖപ്പെടുത്തിയ ദൈവം പുതിയ നിയമത്തിൽ സുപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ദൈവകര സ്പർശത്താൽ മനുഷ്യരെ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, കൂനുള്ള സ്ത്രീ തൻ്റെ രോഗാവസ്ഥയിലും മുടങ്ങാതെ സിനഗോഗിലും അവിടെയുള്ള പ്രാർത്ഥനകളിലും പങ്കെടുത്തിരുന്നു. ഇതേ കണക്ക് ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ആത്മസമർപ്പണം കാണുന്ന കാരുണ്യവാനായ ദൈവം തീർച്ചയായും നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് നമ്മെ അവിടുത്തെ പുത്രനിലൂടെ തൊട്ട് സുഖപ്പെടുത്തും. ഈ വിശ്വാസത്തിലും ബോധ്യത്തിലും ആത്മീയമായി നമുക്ക് വളരാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.